ഒരു സ്റ്റാറിന് 4 ലക്ഷം രൂപ വെച്ച് മേടിച്ചിട്ടുണ്ടെന്നോ? ഇപ്പൊ കണ്ടാ നിങ്ങൾക്ക് അത് പിടിക്കാൻ പറ്റും, അന്ന് പിടിക്കാൻ പറ്റില്ല. അന്ന് എന്റെ ഒറിജിനൽ ശബ്ദം രജിസ്റ്റർ ആയിട്ടില്ല. രജിസ്റ്റർ ആയിട്ടില്ല. അപ്പം നമ്മള് പല വോയിസ് ആയിരിക്കും അങ്ങനെയൊക്കെ പറയും. കുഞ്ഞെ അതൊരു അങ്ങനെ പല പല ടോണിൽ പറയാൻ പറ്റും. അതിവനെ കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ഇവര് നല്ല ശിക്ഷണത്തിന്റെ കുറവുണ്ട്. ശിക്ഷണം കുറവാന്ന് പറഞ്ഞാൽ ഇപ്പൊ വഴി നോക്കൊണ്ടിരിക്കുന്നത്. അല്ല ചെറിയ എന്താണ് എന്റെ ആക്ടിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസം? ആർട്ടിസ്റ്റ് ആണെന്ന് ഞാനാണെന്ന് കേരളത്തിൽ അറിയിച്ചെന്ന് തോന്നുന്നു. നമ്മൾ അനുകരിച്ചുകൊണ്ടിരുന്ന ഒരു നല്ല ശതമാനം കലാകാരന്മാർ ജീവനോടെ തന്നെ. പിന്നെ ഉള്ള പുതിയ തലമുറപ്പെട്ടവരെ അനുകരിക്കാൻ വേണ്ടി ഞാനൊരു ശ്രമം നടത്തുന്നില്ല. പുതിയ തലമുറ അവന്മാർക്ക് എല്ലാം അറിയാം. ഞാൻ പറഞ്ഞ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ യൂട്യൂബ് ഉണ്ടെന്ന് പോലും അറിയുന്നത്. ഞാൻ എന്നിട്ട് ചോദിച്ചു, ഇതൊക്കെ ചെയ്ത നാണക്കേടല്ലേ ഇടാം? നാണക്കേട്. അപ്പം എൻ്റെ പറഞ്ഞ ഹിന്ദി നടന്മാരല്ലേ ഇപ്പം വെബ് സീരീസിലാണ് അഭിനയിക്കുന്നത്, നമുക്ക് അറിഞ്ഞുകൂടല്ലോ. ആ അച്ഛന്മാര് പിന്നെ ആദ്യത്തെ കാലത്തെ വാഴകളായിരുന്നല്ലോ. ഇതിങ്ങനെ ഈ വാഴ ഇങ്ങനെ കൈമാറി വരുന്ന ഒരു സാധനമാണല്ലോ. എനിക്കത് ഇഷ്ടമാണ്. ഞാൻ ലാലേട്ടന് എൻ്റെ അമ്മ ഷോയ്ക്ക് ഞാൻ മീശയൊക്കെ വരച്ചു കൊടുക്കും. ഞാൻ വരച്ചെന്നൊക്കെ പറഞ്ഞാൽ പോയി എന്ന് വരച്ചു കൊടുക്കും. അത് ഞാനൊരു വരയ്ക്കുന്ന ഒരാളാന്ന് അറിയുന്നത് കൊണ്ടുകൂടെ ഉള്ള ഇഷ്ടം കൊണ്ട് ജയിപ്പിക്കുന്നതാണ്. മീഡിയ വണ്ണിനോടൊപ്പം കൂടെയുള്ളത് കോട്ടയം നസീർ സാറും നോബി ചേട്ടനുമാണ്. സ്വാഗതം. കേരളത്തില് മലയാള സിനിമയിൽ പ്രത്യേകിച്ച് ഒരുപാട് വാണിജ്യപരമായിട്ടുള്ള ഹിറ്റുകൾ വന്നതിന്റെ പുറകെ അതിൻ്റെയൊക്കെ ഒരു പൊതു സ്വഭാവത്തിൽ വരുന്ന ഒരു വാഴയുടെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. എന്തൊക്കെയാണ് വാഴയുടെ വിശേഷങ്ങൾ? എന്ത് കഥാപാത്രങ്ങളെന്ന് പരിചയപ്പെടുത്താം? ഇതിൽ 6 അച്ഛന്മാരും 6 മക്കളും. ആ മക്കളുടെ ജന്മം തൊട്ട് അവരുടെ ഒരു സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം, പിന്നെ അവരൊരു തൊഴിൽ മേഖലയിലേക്ക് പോകുന്നത് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഒരു 3-4-5 അല്ലേ കാലഘട്ടം തന്നെ അവരുടെ കാണിക്കുന്നുണ്ട്. അതിൽ ഈ മക്കളും പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ കഥയാണ് ഇതിൽ പറയുന്നത്. അതാണ് ഇതിൻ്റെ ബയോപിക് ഓഫ് വില്യംസ് ബോയ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. അവരുടെ പ്രശ്നങ്ങളും അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളും അവർ ഈ അപ്പന്മാരും അല്ലെങ്കിൽ കുടുംബവുമായിട്ടുള്ള ചില ചേരാ നയങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചേരുന്നതാണ് ഈ സിനിമ അല്ലേ. ടീച്ചറിന് തന്നെ അങ്ങനെ ഒരു വൈബ് കിട്ടുന്നുണ്ട്. ഇപ്പം നിങ്ങൾ രണ്ടുപേരുടെയും കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ രണ്ടുപേരും ഒരേ വഴിയിലൂടെ 2 കാലഘട്ടത്തിൽ സിനിമയിലേക്ക് വന്നതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഉണ്ടാവും, പ്രത്യേകിച്ച് ഒരേ സെറ്റിലേക്ക് തിരിച്ചു വരുമ്പോൾ. അങ്ങനെയുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ നിങ്ങളുടെ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ? കൊടുക്കൽ വാങ്ങൽ ഇക്ക എനിക്ക് ഇഷ്ടം പോലെ തന്നിട്ടുണ്ട്. മാർക്ക് അല്ല, ഇക്ക എൻ്റെ ജഡ്ജായിരുന്നല്ലോ. അല്ല ഞാൻ പറഞ്ഞത്, പിന്നെ ഞാൻ കോമഡി ഷോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ സിനിമയിൽ പോലൊന്നും ഇല്ലല്ലോ. ആ സമയത്ത് നമ്മൾ സ്റ്റേജ് പരിപാടിയായിട്ട് നിൽക്കുന്ന സമയത്താണ് കോമഡി ഷോസ് വന്നത്. ആ കോമഡി ഷോസിൽ ഇക്കയൊക്കെ അല്ലായിരുന്നു ഇൻ്റർവ്യൂ ചെയ്തത്, ജഡ്ജ് ചെയ്തതൊക്കെ. അപ്പോൾ നമുക്ക് അവർ തന്നൊരു സപ്പോർട്ടുണ്ട്. ആ ഫ്രെയിമിൽ നിന്നാണല്ലോ പിന്നെ കുറച്ചുപേർ നമ്മളെ കണ്ടു തുടങ്ങിയതും കുറച്ച് ഡയറക്ടേഴ്സ് നമ്മളെ കണ്ടു തുടങ്ങിയതും. അപ്പം അന്ന് വേണമെങ്കിൽ ഇവർക്ക് പോരായിരുന്നു പറഞ്ഞെങ്കിൽ ഞങ്ങൾ തീർന്നതാണ്. പക്ഷെ അവരവിടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് വിട്ടുന്നുണ്ട്. കഴിവുള്ളവരായിരുന്നു. അല്ല, നോബിയൊക്കെ അന്ന് തന്നെ എന്താ പറയുക, ഈ മത്സര വിഭാഗത്തിൽ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോഗ്രാം വരുമ്പം തന്നെ നമുക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പം നോബി ആണെങ്കിലും അസീസ് ആണെങ്കിലും ഒക്കെ നമ്മൾ ചിലവർ വരുമ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ, ഇവർ നമ്മളെ ഇത് ചെയ്യിപ്പിക്കണം, അവന്മാരെന്തെങ്കിലും നല്ലതായിരിക്കും ചെയ്യുന്ന അങ്ങനെ ഒരു വിശ്വാസമുള്ള കലാകാരന്മാർപ്പെട്ട ആൾക്കാരാണ് നോബിയൊക്കെ. തീർച്ചയായിട്ടും ഇവിടെ എത്തേണ്ട ആൾക്കാർ തന്നെയാണ്. പരസ്പരം ഞങ്ങളൊക്കെ തന്നെ എന്താ പറയുക നല്ല സൗഹൃദത്തിലാണ് അന്നും ഇന്നും. അങ്ങനെ ജഡ്ജിങ് പാനലിൽ ഇരുന്നു എന്ന് വെച്ചിട്ട് ആ പവറൊന്നും കാണിച്ചിട്ടുള്ളതല്ല. നമ്മൾ സുഹൃത്തുക്കളെ പോലെ തന്നെ എല്ലാ കാലത്തും. ഈ പറഞ്ഞ പോലെ ചേട്ടനത് സ്റ്റേജ് ഷോകളായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാലഘട്ടം മാറി റിയാലിറ്റി ഷോകളിലൂടെയും TV പ്രോഗ്രാമുകളിലൂടെയാണ് നോബി ചേട്ടൻ കൂടുതൽ ശ്രദ്ധേയമാവുന്നതും ഒരു വലിയ സ്പേസ് കിട്ടുന്നു. ഒരു 25 രൂപ പ്രതിഫലത്തിൽ നിന്ന് ആരംഭിച്ചിട്ടാണ് ഇപ്പോൾ ഈ സിനിമയിലെ റോളുകളിലേക്കൊക്കെ എത്തുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പൈസ കിട്ടാത്ത ഒരുപാട് സ്റ്റേജ് ഉണ്ടായിരുന്നു. 25 രൂപ കിട്ടുന്നത് ഭയങ്കര സന്തോഷമല്ലേ. അത് ഞങ്ങളൊരു ഉറങ്ങിക്കിടന്ന വീട്ടിൽ നിന്നാണ് എന്നെ ആദ്യമായിട്ട് സ്റ്റേജ് പരിപാടി ഞാൻ ചെയ്തത്. നമ്മൾ അത്യാവശ്യം ചെറിയ ക്ലബ്ബുകളിലൊക്കെ പരിപാടി ചെയ്യുമെങ്കിൽ പോലും പ്രൊഫഷണലായിട്ടില്ലല്ലോ. അപ്പോൾ അവർ വേറെ ഏതോ യൂണിവേഴ്സിറ്റി താരങ്ങളുടെ പരിപാടി വെച്ചിട്ട് അവർ വന്നില്ല. അങ്ങനെ ഞങ്ങൾ പോയി പരിപാടി ചെയ്തപ്പോൾ അവർ ഒരു പിരിവിട്ടിട്ട് ഞങ്ങൾക്കെല്ലാം കൂടെ വീതം വെച്ച് തന്നു. പക്ഷേ നസീറേട്ടനാണെങ്കിൽ ഒരു സ്റ്റാറിന് 4 ലക്ഷം രൂപ വെച്ച് മേടിച്ചിട്ടുണ്ടെന്നോ?
പക്ഷെ മുൻപുള്ള ഒരു സ്ഥിതിയും ഇതുപോലെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു സ്റ്റാർട്ടിങ്ങിൽ വരുന്ന സമയത്ത്. പ്രത്യേകിച്ച് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മിമിക്രി വേണ്ടാതെയാവുകയും അതിൻ്റെ ഒരു വിസിബിലിറ്റി നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ എന്നിട്ട് ഞാൻ എവിടെ ഇട്ടാലും മുളച്ചു വരും എന്നുള്ളൊരു വിശ്വാസത്തിൽ പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ട്രാവലിനെ ഇപ്പം എങ്ങനെയാണ് കാണുന്നത്? അതായത് ഇപ്പോൾ എൻ്റെ ഒരു മിമിക്രി കാലഘട്ടം എന്ന് പറയുന്നത് കൊറോണയ്ക്ക് മുമ്പ് കൊറോണയ്ക്ക് ശേഷം എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ ഒന്ന് വിഭജിക്കേണ്ട വരുമായിരിക്കും. അതിന് മുമ്പുള്ള ഒരു ഓഡിയൻസിൻ്റെ കാഴ്ചപ്പാടല്ല ഇപ്പോഴുള്ളത്. എനിക്ക് ഭയങ്കര മാറ്റം തോന്നിയിട്ടുണ്ട്. അതിനുശേഷമുള്ള ഒരു പ്രേക്ഷകരുടെ മിമിക്രിയിലും ആ മാറ്റം വന്നിട്ടുണ്ട്, വലിയ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, നമ്മൾ ഉറച്ചു നിന്നൊരു സ്ഥലത്ത് നിന്ന് നമ്മൾക്ക് മാറേണ്ടി വരിക, അല്ലെങ്കിൽ ഇനി നമ്മൾ അതുമായിട്ട് മുമ്പോട്ട് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ. അവിടെ തൊട്ട് നമ്മൾ മാറി ചിന്തിച്ചു തുടങ്ങി. ഇനി ഇവിടെയല്ല നിൽക്കേണ്ടത്, നമ്മൾ ഇനിയും ശ്രദ്ധിക്കേണ്ടത് സിനിമയാണ്. സിനിമയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. കാര്യം അത് നല്ല വേഷങ്ങൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമം നടത്തിയപ്പോഴാണ് പിന്നെ ആ മാറ്റം തുടങ്ങിയെന്ന് തന്നെ പറയാം. മുന്നേ പറഞ്ഞിട്ടുണ്ട്, പണ്ടൊക്കെ സിനിമയിലേക്ക് വിളിക്കുന്നത് തലേ ദിവസം രാത്രി വിളിച്ചിട്ട് നാളെ ഇങ്ങനെ ഒരു വേഷമുണ്ട്, അപ്പോൾ തിരിച്ച് കഥാപാത്രം എന്താന്ന് പോലും ചോദിക്കാൻ പറ്റാത്തൊരു സ്പേസിൽ നിന്നാണ് ഇപ്പം അത് മാറി. സിനിമകളുടെ എണ്ണം കുറച്ചു, പക്ഷെ അതേസമയം സിനിമകളിലുള്ളതായിട്ട് ആളുകൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. വ്യത്യസ്ത കഥാപാത്രങ്ങൾ വരുന്നു. ഒരുപക്ഷെ റോഷാക്കിന് മുൻപ് ശേഷം എന്ന് വിഭജിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അത് മാറുക വരെ ചെയ്തിട്ടുണ്ട്. ആ ഒരു തീരുമാനത്തിനെ ഇപ്പോൾ വിശകലനം ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ല, ഈ സിനിമയുടെ തലേദിവസം വിളിക്കുക എന്ന് പറയുന്നത് ഞാൻ മാത്രം ഫേസ് ചെയ്തിട്ടുള്ളതല്ല. ഒരുമാതിരിപ്പെട്ട സിനിമയിലുള്ള എല്ലാ നടിനടന്മാരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിലൊന്നാണത്. അതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ അന്ന് 2-3 സീനുകളിലൊക്കെ ഉള്ള വേഷങ്ങളല്ലേ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ അവിടെ വലിയ ഡയറക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇതിൻ്റെ വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കാനോ ഒന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവർ പറയണതങ്ങ് ചെയ്തു പോവുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പെർഫെക്ഷൻ കുറവ് ഇപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെയല്ല. ഇപ്പം എന്താ പറയുക, ഫുൾ അതിൻ്റെ സ്ക്രിപ്റ്റ് തരുന്നു, വായിക്കുന്നു, കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നു, അതിനെക്കുറിച്ച് നമ്മൾ തമ്മിലൊരു എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഇതുണ്ട്. അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ ഇതുമായിട്ട് അങ്ങ് ഇഴുകി ചേരും, കുറച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതൊരു നമ്മുടെ പെർഫോമൻസിൻ്റെ അളവ് തന്നെ കുറച്ച് കൂട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചെയ്യുന്നതിന് കുറച്ചുകൂടെ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. നോബിചേട്ടന് അങ്ങനെ ഒരു ഷിഫ്റ്റ് തോന്നിയിട്ടുണ്ട് എപ്പോഴേലും? എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് മലയാള സിനിമയിലേക്ക് വരികയും പുതിയ സിനിമകളുടെ ഭാഗമാവുക, പുതിയ മെത്തേഡുകൾ ശീലിക്കുകയും ചെയ്ത ആളാണ്. ആ ഒരു ചേഞ്ച് ഇപ്പം നസീറേട്ടന് ഫീൽ ചെയ്ത പോലത്തെ ഒരു മാറ്റം അത് തോന്നി? ഞാനും ഒരുപാട് സിനിമകളിൽ കോമഡിയുള്ള സംഭവങ്ങളല്ലേ കൂടുതലും ചെയ്തിട്ടുള്ളത്. ഒരു ക്യാരക്ടറുകൾ കുറച്ച് 2-3 പടത്തിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ വാഴ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഡിഫറെൻ്റ് ക്യാരക്ടർ. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു ഏറ്റവും വലിയ ഒരു പുതുമ എന്ന് ഞങ്ങളുടെ കാര്യത്തിൽ തോന്നുന്നതാണ്. ഇപ്പം നമ്മളിതിൽ കാണുന്നവരെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലും അല്ലാതെ സിനിമകളിലും ഒക്കെ ആയിട്ട് പുതിയൊരു തലമുറ ഭയങ്കരമായി എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. അവരോടൊപ്പമാണ് ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത്. നിങ്ങളതൊന്ന് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല, പുതിയ ആളുകളുടെ ഒരു വൈബ്. മുന്നേ നോബിച്ചേട്ടൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, യൂട്യൂബൊന്നും തുറന്നു പോലും നോക്കാതിരുന്നൊരു സമയത്താണ് യൂട്യൂബ് ചാനൽ വരുന്നത്. എനിക്കറിയില്ലായിരുന്നു യൂട്യൂബ് എന്താണെന്ന് പോലും. വെബ് സീരീസിൽ ആദ്യമായിട്ട് അനൂപ് വിളിക്കുമ്പോൾ ഒരു വെബ് സീരീസ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് വെബ് സീരീസ് ഉണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് യൂട്യൂബിൽ ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്ന. അപ്പോഴാണ് ഞാൻ യൂട്യൂബ് ഉണ്ടെന്ന് പോലും അറിയുന്നത്. എനിക്ക് അറിഞ്ഞൂടെ സത്യം. സോഷ്യൽ മീഡിയയിൽ വലിയ ആക്റ്റീവ് അല്ലായിരുന്നല്ലോ നമ്മൾ. ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പം ഇതിൻ്റെ അകത്ത് അച്ഛന്മാരായിട്ട് കാസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ സ്ഥിരമായിട്ട് അങ്ങനത്തെ സീരിയസ് റോളുകൾ ചെയ്യുന്ന ആൾക്കാരെ അല്ല, തമാശകൾ ചെയ്തു വന്ന എന്നെയും നോബിയെയും അസീസിനെയുമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇതിനകത്ത് 3 പേർക്കും എന്താ പറയുക, വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഒരു ഇമോഷണൽ സിനിമയാണെന്ന് ആനന്ദിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അത്തരം ഒരു വേഷം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ സിനിമയുടെ ഇതെല്ലാം കാണുമ്പോഴത്തേക്കിന് ഫുൾ തമാശയാണെന്നുള്ള ഒരു ധാരണയിലും പ്രേക്ഷകർക്ക് ഉണ്ടാവും. ഫുൾ തമാശയുള്ള പടമല്ല, തമാശയുണ്ട്, ആവശ്യത്തിനധികം തമാശകളുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ നല്ല ഇമോഷൻസ് ഒക്കെ ഉള്ളതാണ്. അത് ഞങ്ങൾക്കൊക്കെ ഒരു ചലഞ്ചാണ്, അത് ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളത്. അതാണ് ഞങ്ങൾ ഈ 3 പേരും ഇതിനകത്ത് ഫേസ് ചെയ്യാൻ പാടുള്ളത്. കാസ്റ്റിംഗിൽ ഞാൻ കണ്ട ഒരു പുതുമ എനിക്ക് തോന്നിയതാണ്. തമാശ ചെയ്ത 3 പേരാണ് അച്ഛന്മാരുടെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള വേഷം ചെയ്യുന്നത്. നോബിചേട്ടന് പക്ഷേ ഇതുവരെ തമാശ വിട്ടൊരു വേഷത്തിലേക്ക് അങ്ങനെ കണ്ടിട്ടില്ല. ഒരു കാലം കഴിഞ്ഞപ്പോഴേക്കും മിമിക്രിക്കാരാണെങ്കിലും ഹാസ്യ നായകന്മാരാണെങ്കിലും
ഒന്ന് മാറ്റി പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത്തരം ഒരു പരീക്ഷണത്തിലേക്ക് ഞാൻ സ്കൂൾ നാടകങ്ങളിലൊക്കെ സീരിയസ് വേഷങ്ങളായിരുന്നു പണ്ട് ചെയ്തിട്ടുള്ളത്. ആ സ്കൂളിലും ഞങ്ങളുടെ പള്ളിയിലൊക്കെ നാടകം കളിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയൊക്കെ ഒരുമിച്ച് നാടകം കളിച്ചിട്ടുണ്ട് പള്ളിയിൽ. അപ്പോഴൊക്കെ ഞാൻ ഭയങ്കര സീരിയസ് വേഷങ്ങളൊക്കെ. അവിടുന്ന് ഇപ്പൊ ഈ കോമഡി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? ഇല്ല, അന്നൊരു വരുമാന മാർഗമായിരുന്നു മിമിക്രി. നമുക്കൊന്നും പഠിച്ച് ജോലി കിട്ടാനുള്ള ഒരു സാധ്യതയില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം അല്ല, അപ്പം നമ്മൾ ഈ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ആയിരുന്നല്ലോ കൂടുതൽ. അപ്പം അന്ന് ഇതിലേക്ക് വരാനൊരു താല്പര്യം ഉണ്ടായിരുന്നു, ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ട്രൂപ്പിലൊരു ചാൻസ് മേടിച്ച് ഒത്ത പരിപാടി കളിക്കുക, അതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അന്ന് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ആരാണ്? ഇവരൊക്കെയാണല്ലോ നമ്മളെ പിന്നെ നാസർക്കായാലും സുരാജനായാലും എല്ലാവരും. പണ്ടത്തെ കലാഭവന അതൊക്കെ ആയിരുന്നല്ലോ നമുക്കൊരു ഇൻസ്പിറേഷൻ. പണ്ടത്തെ ബീക്ക എല്ലാവരും നമുക്കത് എല്ലാവരും നമ്മൾ അന്ന് സ്റ്റേജിൽ ഇവരെ കണ്ടിട്ട് നമ്മളും പിന്നെ പരിപാടി ചെയ്ത് മിമിക്രി ചെറിയ ട്രൂപ്പിലൊക്കെ പരിപാടി ചെയ്യുമ്പോൾ ഇപ്പോൾ അവർ അന്നും നമ്മളെ ചേർത്ത് നിർത്തുമായിരുന്നു. അത് വലിയ കാര്യമാണ്. ഒരു സപ്പോർട്ടിങ് ഉണ്ട്, മിമിക്രിക്കാരോടുള്ളൊരു സപ്പോർട്ടുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഇപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു സിനിമ ആയാൽ പോലും അത്യാവശ്യം നമ്മളെ സംസാരിക്കുക, അതിനൊരു വേഷം ഉണ്ടെങ്കിൽ കൊടുക്കണമെന്നൊക്കെ പറയാറുണ്ട്. വലിയ കാര്യം. ഈ നേരത്തെ പറഞ്ഞൊരു തലമുറ മാറ്റം നേരിട്ട് കണ്ട് അനുഭവിച്ച ഒരാളാണ് നസീർക്ക. അപ്പം മിമിക്രിയിലാണോ അതോ സിനിമയിലാണെങ്കിലും മിമിക്രിയിലാണെങ്കിലും എനിക്കൊന്നും സിനിമയിൽ അത് കൂടുതൽ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. ഇപ്പം നെടുമുടി ചേട്ടൻ, ജഗതി ചേട്ടനാണെങ്കിലും ഇപ്പം സിനിമയിലില്ല, ഇന്നസെൻ്റ് ഏട്ടൻ, KPSC ലളിത ചേച്ചി, അപ്പം ഇവരൊക്കെ മൺമറഞ്ഞു പോയി. ആ ഒരു സ്പേസ് അവിടെ നിൽക്കുകയാണ്. അത് കൺമുന്നിലൂടെയാണ് സംഭവിക്കുന്നത്. ഇവരുടെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരു സെറ്റിൽ നിന്ന് സ്വന്തം പ്രായത്തിലുള്ള ആൾക്കാരെ കാട്ടിലും ഇവരുടെ കൂടെയാണ് എപ്പോഴും സമയം ചെലവഴിച്ചത്. ആ ഒരു ഇല്ലായ്മേനെ ഇപ്പം എങ്ങനെയാണ്? അവരൊക്കെ ലെജൻസ് ആയിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. അവരൊക്കെ ഉള്ള കാലഘട്ടത്തിൽ ജീവിച്ച് അവരോടൊപ്പം അഭിനയിക്കാൻ സാധിച്ചു എന്ന് പറയാനാണ് എൻ്റെയൊക്കെ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. എൻ്റെ ഈ സിനിമാ ജീവിതത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് ആദ്യം അഭിനയിച്ച മിമിക്സ് ആക്ഷൻ 500 എന്ന് പറഞ്ഞ സിനിമയിൽ എൻ്റെ അമ്മ ക്യാരക്ടർ ലളിത ചേച്ചിയായിരുന്നു. ഇന്നസെൻ്റ് ഏട്ടൻ ഞാൻ പറഞ്ഞ ആഴ്ചയിൽ 2-3 ദിവസങ്ങളിൽ വിളിച്ച് പുതിയ തമാശകളുണ്ടെങ്കിൽ പറയുന്ന ഒരാളാണ്. അത്രയധികം അടുത്ത് ബന്ധമുള്ള ആൾക്കാർ. ഭയങ്കര മിസ്സിങ്ങാണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ പണ്ടത്തെ സിനിമകൾ കാണുമ്പോഴാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന ചില ക്യാരക്ടേഴ്സ് ഇനി ആരെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നിപ്പോണത്. ഭയങ്കര നഷ്ടം തന്നെയാണ്. നമ്മൾ ചില സിനിമ കണ്ടാൽ നമുക്ക് സങ്കടം വന്നു പോകും. ഒരു നിര ആൾക്കാരില്ല. ഭയങ്കരമായിട്ട് നമുക്ക് വിഷമം തോന്നിപ്പോ പഴയ പടങ്ങൾ കാണുമ്പോൾ. നമ്മൾ ഉച്ചയ്ക്കൊക്കെ പടങ്ങൾ കാണൂലേ TV-യിൽ, ഉച്ചയ്ക്ക് ഒരു സിനിമ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഇപ്പോഴും ഞാൻ പിന്നെ വീട്ടിൽ വൈഫായാലും പഴയ സിനിമകൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിരുന്ന് കാണും. നമുക്ക് ഭയങ്കരമായിട്ട് അതങ്ങ് ഫീൽ ചെയ്യും ആ പടങ്ങൾ കാണുമ്പോഴത്തേനെ. അത് കാര്യം ഇനി നമുക്ക് അങ്ങനെ ഒരു പടം റിലീസ് കാണാൻ പറ്റില്ലല്ലോ. റീ റിലീസുകൾ വരുന്നുണ്ട്. മണിച്ചിത്രത്താഴിന്റെ ഒക്കെ ട്രെയിലർ കാണുമ്പോൾ നമ്മൾ ആ ഒരു നേരെ ഒന്നിച്ച് ഇല്ലാതെ. അല്ല, ഞാൻ പറഞ്ഞത് അവർക്കെല്ലാം ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ശൈലി ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഓരോരുത്തർക്കും ഒരു ശൈലി, അല്ല എടുത്തു പറയുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നുള്ളതാണ്. അതിപ്പോ എത്ര പേർക്കുണ്ടെന്നുള്ളത് നമുക്ക് തോന്നിപ്പോ അല്ലേ? അതന്നെ, തീർച്ചയായിട്ടും. നോബി ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ശിക്ഷണം ഇല്ലാതെ പോയി എന്നുള്ള ഫീലിംഗ് എപ്പോഴേലും ഉണ്ടായിട്ടുണ്ടോ? അതിവനെ കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് ഇവന് നല്ല ശിക്ഷണത്തിന്റെ കുറവുണ്ടോ. ശിക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വീട്ടിലാരും അങ്ങനെ ഇല്ലല്ലോ ഈ ഫീൽഡിൽ. ഞാൻ ഒരിക്കലും എത്തിപ്പെടുമെന്ന് പ്രതീക്ഷിച്ചൊരു മേഖല പോലും അല്ല സിനിമ. ഞാൻ സ്റ്റേജൊക്കെ ശിക്ഷണം കുറവാന്ന് പറഞ്ഞാൽ ഇപ്പൊ വഴിവെച്ചാണ് അല്ല, ചെറിയ എന്താണ് എൻ്റെ ആക്ടിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസം ഇല്ല. അങ്ങനെ ഈ സിനിമയിൽ വരുമ്പോ അല്ലേ നമുക്ക് നല്ല ഗൈഡൻസ് കിട്ടുക എന്നുള്ളതല്ലേ. നല്ല നമ്മൾ ചെയ്ത സിനിമയിലെല്ലാം നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാവരും. നമുക്ക് നമ്മളെ കൂടെ നിൽക്കുന്നവരായാൽ പോലും നമ്മുടെ സീനിയേഴ്സ് ആയാൽ പോലും സപ്പോർട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഞങ്ങളെ ഗൈഡ് ചെയ്യാൻ വരുന്ന 2 ദിവസം കൊണ്ട് ഞങ്ങളൊപ്പം പോകും. പിന്നെ അവരെ ഞങ്ങൾ ഗൈഡ് ചെയ്യും. ഇപ്പൊ ഈ പുതിയ ആളുകളെ ഇങ്ങനെ ഗൈഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ, അതോ അവർ തിരിച്ച് നിങ്ങളെ ഗൈഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണോ വന്നിട്ടത്? ഇല്ല, ഞാനൊക്കെ കാലം മാറിയത് മനസ്സിലാക്കി തുടങ്ങിയ ആളാണ്. അതുകൊണ്ട് എനിക്ക് പുതിയ തലമുറയിൽപ്പെട്ടവരുമായിട്ട് സിങ്ക് ആവാൻ അധികം താമസം വേണ്ടി വന്നില്ല. ഞാൻ അവരുടെ വൈബിലേക്ക് ഇറങ്ങിച്ചില്ല. അവർക്കൊരു ഡൗട്ട് ഉണ്ടാവും,
നമ്മൾ സീരിയസ് ആണ്, ചിലപ്പോൾ അടുക്കില്ല, കുറച്ച് നേരത്തെ വന്ന ആളാണല്ലോ, അപ്പോൾ അതങ്ങനെയൊക്കെയാണെന്ന് തോന്നും. പക്ഷെ ആ തോന്നൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവരുടെ ആ മൈൻഡിലേക്ക് ഞാൻ എത്താൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് അവരെൻ്റെ അടുത്ത് ഇന്ന് സംസാരിക്കുമ്പോഴൊന്നും എനിക്ക് അങ്ങനെ അവർക്കൊരു ഫീലിംഗ് ഉണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് വളരെ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്, ഞാൻ എൻ്റെ മക്കളെ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഹാൻഡിൽ ചെയ്യും. സംവിധായകൻ ഇങ്ങനെ പറയണ്ടായി, നിങ്ങളെ ഒരു ചെറിയ ഇതാണ് സീൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിലേക്ക് അഴിച്ചു വിടുകയായിരുന്നു, ബാക്കി നിങ്ങളായിട്ട് അവിടെ പരസ്പരം ഉണ്ടായിട്ടുള്ള കോൺവെർസേഷനും അതിനൊക്കെ ഇംപ്രവൈസ്ഡ് ആയിട്ട് ചെയ്ത ഒരു പ്രോസസ് ആയിരുന്നു അതെന്ന് പറഞ്ഞിരുന്നു. അതിൽ രസകരമായിട്ടുള്ള എന്തെങ്കിലും ഇപ്പം ഓർത്തെടുക്കുന്നുണ്ടോ? എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ ഇത്തിരി സീരിയസ് ക്യാരക്ടറാണ്. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് അതില്. അങ്ങ് പറയണ്ടല്ലേ, ബ്രേക്ക് ചെയ്യേണ്ടതാണോ? അല്ല ഞാൻ പറഞ്ഞത് അത് മൊത്തത്തിൽ പറഞ്ഞിട്ടില്ല. ലാസ്റ്റിന് ഇപ്പം ഇവിടുന്ന് ക്ലൈമാക്സും പറഞ്ഞില്ല, നമ്മൾ മൊത്തം പറഞ്ഞല്ലോ. അല്ല നോബിയുടെ ക്യാരക്ടറാണ് ഇതിനകത്ത് കുറച്ച് അല്ലേ, കമ്പനിയും ഒക്കെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ ഉണ്ട്. ബാക്കിയെല്ലാം സീരിയസ് ആയിട്ടുള്ള പല ടൈപ്പ് അച്ഛന്മാരാണ്. ഈ വാഴ എന്ന് പറയുന്ന ഈ പൊതു കൺസെപ്റ്റിലേക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന അച്ഛന്മാരാണോ മക്കള്? നമ്മൾ അങ്ങനെ പറയാറുണ്ട് സാധാരണ. അല്ല, ആ അച്ഛന്മാര് പിന്നെ ആദ്യത്തെ കാലത്തെ വാഴകളായിരുന്നല്ലോ. ഇതിങ്ങനെ ഈ വാഴ ഇങ്ങനെ കൈമാറി വരുന്ന ഒരു സാധനമാണല്ലോ ഓരോ തലമുറയിലും അല്ലേ, തലമുറയായിട്ട് കൈമാറി വരുന്നത്. മിമിക്രിയുടെ കൂടെ തന്നെ ഡബിങ് ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ കൊച്ചുപ്രേമൻ ചേട്ടനൊക്കെ ആദ്യത്തെ സിനിമയിലൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു സിനിമയിൽ തന്നെ 30ഓളം കഥാപാത്രങ്ങൾക്ക് ഒന്നിച്ച് ഡബ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. ഇപ്പോഴും ഡബിങ്ങിനോട് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? ഇപ്പോഴും അതിലേക്ക് തിരിച്ചു വരണം എന്ന് തോന്നിയിട്ടുണ്ടോ? അവിടെ നിന്ന് രക്ഷപ്പെട്ടാണ് ഇങ്ങോട്ട് വന്നത്. അല്ല അങ്ങനെയല്ല, ആ സമയത്ത് എന്താ പറയാ, അന്ന് അഭിനയിക്കുന്നത് അനിൽ ബാബു, അവരുടെ പടങ്ങള്, ജോസ് തോമസ്, നിസാർ ഖാദർ, അങ്ങനത്തെ അവരുടെ പടങ്ങളിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ പറയും കുറച്ച് പേർക്കൊന്ന് ശബ്ദം കൊടുക്കാണ്ടെന്ന് പറയും. ആദ്യം അത് പറഞ്ഞിട്ടാണ്. അല്ല അത് പറയല്ല, അവിടെ നമുക്ക് അത്രയും എന്താ പറയാ, നമ്മളെ കൂടെ കൊണ്ടുനടന്ന ആൾക്കാരാണ് അവരൊക്കെ. അവരെല്ലാം ആ തുടക്കകാലത്ത് നമ്മളെ ചേർത്ത് പിടിച്ച ആൾക്കാരാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല, അങ്ങ് ചെയ്യും, ഏത് വേണമെന്ന് പറഞ്ഞാലും ചെയ്തു കൊടുക്കും. അപ്പൊ ഒരു 30 കഥാപാത്രങ്ങളൊക്കെ ഒന്നിച്ച് ഡബ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ രണ്ടുപേരുടെയും വോയിസുകൾ തമ്മിലൊരു വ്യത്യാസം ഇപ്പൊ കണ്ടാൽ നിങ്ങൾക്ക് അത് പിടിക്കാൻ പറ്റും, അന്ന് പിടിക്കാൻ പറ്റില്ല. അന്ന് എന്റെ ഒറിജിനൽ ശബ്ദം രജിസ്റ്റർ ആയിട്ടില്ല അധികം, മനസ്സിലായോ? രജിസ്റ്റർ ആയിട്ടില്ല. അപ്പം നമ്മള് പല വോയിസിലായിരിക്കും അങ്ങനെയൊക്കെ പറയും, ആ കുഞ്ഞെ അതൊരു അങ്ങനെ പല പല ടോണിൽ പറയാൻ പറ്റും. കട്ട് ചെയ്ത് എടുക്കുന്നത്, അപ്പൊ നമുക്ക് മാറ്റി മറിച്ച് പറയാൻ പറ്റും. പക്ഷെ ഇപ്പൊ പറയുമ്പോ ചിലപ്പോ വോയിസ് തിരിച്ചറിയുന്നത് കൊണ്ട് ചിലപ്പം പിടിക്കുമായിരിക്കും തോന്നും. ഇപ്പൊ മിമിക്രി ചെയ്യാൻ തന്നെ അതിലൊരു മടിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. രജിസ്റ്റർ ആയതുകൊണ്ട് അതിൽ തെറ്റുകൾ ആളുകൾ പെട്ടെന്ന് കണ്ടുപിടിക്കും. വോയിസ് അത് വരും, നമ്മുടെ ഒറിജിനൽ ശബ്ദം തിരിച്ചറിയുമ്പോൾ നമ്മൾ അനുകരിക്കുന്നതിലെല്ലാം ആ ശബ്ദത്തിന്റെ ഒറിജിനൽ ശബ്ദത്തിന്റെ ഒരു ചേരുവ കിടക്കും, അതായിരിക്കും പെട്ടെന്ന് പുറത്തു വരുന്നത്. നോബി ചേട്ടന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സ്വന്തം ശബ്ദം ഈ ഇതിനകത്തേക്ക് വരുന്നു എന്നുള്ളൊരു പ്രശ്നം തോന്നിയിട്ടുണ്ടോ? ഞാൻ അനുകരണമൊക്കെ ഭയങ്കര കുറവായിരുന്നു പണ്ടൊക്കെ, പേരിനും വേണ്ടിയിട്ട്. അതൊക്കെ നിർത്തി, അത് ശരിയാവാത്തോണ്ടങ്ങ് നിർത്തി. പണ്ടൊക്കെ അതിനു വേണ്ടി സെപ്പറേറ്റ് ആൾക്കാരില്ല, ഇവരൊക്കെ ഭരിക്കണ സ്ഥലത്ത് കയറി നമ്മൾ എന്ത് ചെയ്യാനാണ്. മിമിക്രിക്കൊന്നും എനിക്ക് ആകെ ഒരു പ്രാവശ്യം പ്രൈസ് കിട്ടിയിട്ടുള്ളൂ മിമിക്രിക്ക്. ഞാൻ അത് 3 പേര് മത്സരിക്കണം ഒരു ക്ലബ്ബിൽ നിന്ന്. അപ്പം 2 പേരേ ഉള്ളൂ ഞങ്ങളുടെ ക്ലബ്ബിൽ നിന്ന്. അങ്ങനെ അവർ എന്നെ കൂടെ നിർബന്ധിച്ച് കയറ്റി. അപ്പം അതായത് എന്നെ കൂടെ കയറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡും കിട്ടുമല്ലോ. അമ്മ ക്ലബ്ബിൽ, അപ്പം ക്ലബ്ബിന് പോയിന്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ നിർബന്ധിച്ച് കയറ്റി മിമിക്രിക്ക്. ഞാൻ അവിടെ നിന്നുണ്ട് ഏതൊക്കെയോ പറഞ്ഞു. അന്നൊന്നും പെർഫെക്ഷൻ വേണ്ടായിരുന്നല്ലോക്ക, എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞാൽ മതി. എനിക്ക് ഫസ്റ്റ് കറങ്ങത്തിന് തേർഡ് കിട്ടാൻ വേണ്ടി കഴിഞ്ഞു 1 പോയിന്റ്. അത് ഫസ്റ്റിന് 5 സെക്കൻഡിന് 3, തേർഡിന് 1, അത്ര പോയിന്റ് ആയല്ലോ. 5, 3 എത്രയായി? അത്ര പോയിന്റ് ആയോ. എന്നെ പിടിച്ചിട്ടേ ഞാൻ കയറി പറയുകയും ചെയ്ത് ഫസ്റ്റും കിട്ടി. അപ്പോൾ അവർ കമ്മിറ്റിക്കാരെന്ന് പറയണം, വൈകുന്നേരം സമ്മാനം തരുമ്പോൾ ഫസ്റ്റ് കിട്ടി ഐറ്റം ചെയ്യണമെന്ന്. ഞാൻ വലിയ കളഞ്ഞ അവിടെ നിന്ന് ലാസ്റ്റ് കിടിലം ഫിറോസില്ലേ നമ്മുടെ ആർജ്, ഫിറോസിനും പ്രൈസ്, ഫിറോസിന് അവനോട് മെയിനായിട്ട് അവന് സെക്കൻഡ്. അവസാനം അവൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു നീ കയറി ചെയ്യാൻ പറഞ്ഞു. അത് കഴിയുമ്പോൾ അവിടെ മാഗ്നറ്റോടെ മിമിക്സ് ആയിരുന്നു അന്ന്. വർഷങ്ങൾക്ക് മുമ്പ് ക്ലബിലെ പരിപാടിക്ക് അവിടെ മാഗ്നാസ് അല്ല പഴയൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്.
അവരെ മിമിക്സ് ആയിരുന്നു മാഗ്നാസ്, അവരെ മിമിക്സ്. അപ്പം അവരെല്ലാം മിമിക്രി ആർട്ടിസ്റ്റുകൾ നിൽക്കുന്നു. ഇത്രയും ആൾക്കാർ നിൽക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് മിമിക്രി ചെയ്യാം, ഫസ്റ്റ് കിട്ടിയാളുടെ ഐറ്റം ചെയ്യാം. ഞാൻ വലിഞ്ഞ ആ ഏരിയയിൽ നിന്ന് എനിക്ക് കിട്ടിയ സോപ്പ് കുട്ടിയും കൊണ്ട്. പക്ഷെ ഇതിനിടയ്ക്ക് രാഷ്ട്രീയ പ്രവർത്തകനായിട്ടുള്ള റഹീം ആണ് മിമിക്രി ശീലിപ്പിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ പറയും ഈ ക്ലബിലെ അംഗമായിരുന്നു റഹീം അണ്ണൻ. ഞാൻ പോയ ഈ ക്ലബിലെ ഞങ്ങളെല്ലാം ഒരു ക്ലബും അതന്നെ. അപ്പോൾ ആ സമയത്ത് സ്കൂളിലൊക്കെ മോണാക്റ്റൊക്കെ ഞാൻ ചെയ്യുന്നു. അപ്പം റഹീം അണ്ണൻ ചെയ്ത മോണാക്റ്റാണ് പിന്നെ എനിക്ക് പഠിപ്പിച്ചിട്ട് ഞാൻ സ്കൂളിൽ ചെയ്തത്. അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല റഹീമിനെ പോലെയുള്ള മാധ്യമങ്ങളിലൊക്കെ റഹീം അണ്ണൻ ആർട്ടിസ്റ്റ് ആണെന്ന് ഞാനാണെന്ന് കേരളത്തിൽ അറിയിച്ചെന്ന് തോന്നുന്നു. പുള്ളി ഭയങ്കര നാടക നടനായിരുന്നു പണ്ട്. മികച്ച നടനുള്ള അവാർഡൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് റഹീം അണ്ണൻ. എങ്ങനെ മിമിക്രിയിൽ ആരെങ്കിലും സ്പെഷ്യലായിട്ട് കാണിക്കുക അങ്ങനെ എന്തെങ്കിലും? ആരാണ്? റഹീം സർ. ഇല്ല, റഹീമൊക്കെ ഈ നാടകമായിരുന്നു പുള്ളി കൂടുതൽ അഭിനയവും. പിന്നെ പുള്ളിയൊക്കെ സ്കൂളിലൊക്കെ നന്നായിട്ട് പഠിക്കുന്ന മിടുക്കന്മാരായ കുട്ടികളായിരുന്നു. അപ്പം അവരൊക്കെ നമ്മളെ മാത്രമല്ലേ ഉള്ളൂ പറങ്ങാണ്ടി എറിഞ്ഞ് പുളിയും പറിച്ച് യൂത്ത് ഫെസ്റ്റിവലിൽ മാത്രം ആത്മാർത്ഥമായിട്ട് സ്കൂളിൽ പറഞ്ഞ ടീമുകൾ. ഈ റോഷാക്കിലെ കഥാപാത്രത്തിലേക്ക് വരുമ്പം അത് ശശാങ്കൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് കുറച്ചുകൂടെ ആളുകളിലേക്ക്. കോട്ടയം നസീർ എന്ന് പറയുന്ന നടന് ഹാസ്യം മാത്രമല്ല ഇതും വഴങ്ങുമെന്ന് പറഞ്ഞു. പക്ഷെ അതിനു മുന്നേ ദൈവത്തിന്റെ നാമത്തിൽ അല്ല ബാവുട്ടിയുടെ അതില് ഇതേപോലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രം ചെയ്തു. അത് പക്ഷെ ആർക്കും അങ്ങനെ പെട്ടെന്ന് അങ്ങ് ശശാങ്കനെ അക്നോളജ് ചെയ്യുന്ന പോലെ അതിനെ അക്നോളജ് ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെയല്ല, അത് ഇപ്പോഴും അല്ലെങ്കിൽ ആ പടം ഇറങ്ങി കഴിഞ്ഞപ്പോഴൊക്കെ ആണെങ്കിലും പല വേദികളിൽ പല സാഹസിലൊക്കെ ഇരിക്കുമ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബാവുട്ടിയുടെ നാമത്തിൽ നിങ്ങളുടെ ക്യാരക്ടർ നല്ലതായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു നല്ല ക്യാരക്ടറായിരുന്നു. അതെ. പക്ഷെ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ റോഷാക്കാണ് കുറച്ചുകൂടെ നോട്ടീസ് ചെയ്യപ്പെട്ടതെന്നുള്ളതാണ്. ഇതിലൊരു തലമുറ മാറി, ഇനി മിമിക്രിയിലേക്ക് വേണ്ട, ഇനി അഭിനയം വേണം എന്ന് പറയും. പുതിയ മിമിക്രി താരങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പഴകും തോറും ആളുകൾ പഴയ ആളുകൾ തന്നെ വരും തോറും കലാരൂപം തന്നെ പഴകി പോകുന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇപ്പൊ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? തിരിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ട്. മിമിക്രിയിലോ? മിമിക്രിയിൽ ഞാൻ പോന്നിട്ടില്ലല്ലോ. ഞാൻ അവിടെ ഉണ്ട് കുറച്ച്, വിട്ടിട്ടില്ല. അങ്ങനല്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ അനുകരിച്ചുകൊണ്ടിരുന്ന ഒരു നല്ല ശതമാനം കലാകാരന്മാർ ജീവനോടെ തന്നെ ഇല്ലേ. പിന്നെ ഉള്ള പുതിയ തലമുറയിൽപ്പെട്ടവരെ അനുകരിക്കാൻ വേണ്ടി ഞാനൊരു ശ്രമം നടത്തുന്നില്ല. അപ്പൊ പുതിയൊരു തലമുറ മിമിക്രി കാണുന്നവര് പുതിയ ഇപ്പം തിളങ്ങിയിരിക്കുന്ന താരങ്ങളുടെ ഒരു അനുകരണങ്ങൾ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇനി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുമായിട്ടൊരു മത്സരിക്കേണ്ടി വരും. നമ്മൾ മത്സരിക്കുന്നില്ലേ പോലും നമ്മൾ എന്തെങ്കിലും ഒരു നല്ല ഒരു സംഭവം ചെയ്താൽ അതിൻ്റെ താഴെ പ്രേക്ഷകർ ഒരു മത്സരം നടത്തും, ഒരു താരതമ്യം. അയാളാണോ ഇയാളാണോ നല്ലത്, മറ്റവനാണോ മികച്ചത്. അങ്ങനെ ഒരു എന്താ വിചാരണയ്ക്ക് നിന്ന് കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ചെയ്യാതെ മാറിയിരിക്കുന്നത്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ കൂടുതൽ ആളുകളുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും പ്രൊഫഷണലാണെങ്കിലും ഒക്കെ ഇടപെടുന്നുണ്ട്. ഇപ്പോൾ മുൻപാണെങ്കിൽ മിമിക്രി കലാകാരന്മാരെയും സിനിമാ താരങ്ങളെ അത്ര സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളുടെ പല സന്ദർഭങ്ങളിലും നിങ്ങളുടെ മുന്നേ ചെയ്ത കഥാപാത്രങ്ങളാണെങ്കിലും ടി വിയിൽ വരുന്ന സ്കിറ്റാണെങ്കിലും ഇതൊക്കെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ വിചാരണയ്ക്ക് കീഴിൽ വന്നിട്ടുണ്ട്. അതിനോട് എടുക്കുന്ന ഒരു ടേക്ക് എന്താണ്? അതിനെ ശ്രദ്ധിക്കേണ്ടതില്ല എന്നാണോ, അതോ കൂടുതൽ ഇനി വരുന്ന അവസരങ്ങളിൽ അത് ഇംപ്രവൈസ് ചെയ്ത് പോകണം എന്നുള്ള ടേക്കാണോ ഉണ്ടായിട്ടുള്ളത്? രണ്ടുപേരും അല്ല, അന്ന് ജനങ്ങൾ ഒരുപാട് ചിരിച്ച സംഭവമാണിത്. അന്ന് പണ്ട് നമ്മൾ ചെയ്ത് ചിരിച്ച സാധനം ഇന്നെടുത്തിട്ട് അതിനലക്കും. അല്ല, ഓരോ കാലഘട്ടത്തിലും നമ്മുടെ വേഷവിധാനത്തിനോ നമ്മുടെ ജീവിത രീതിക്കും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല. അതേപോലെ തന്നെ പ്രേക്ഷകരുടെ ആസ്വാദന നിലവാരത്തിനും ആ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ നമ്മുടെ സീനിയർ നടന്മാർ, നമ്മൾ അത്ഭുതപ്പെട്ട് കണ്ട നടന്മാരുടെ അഭിനയം കാര്യങ്ങളൊക്കെ ഇപ്പം പുതിയ തലമുറയോട് പറഞ്ഞാൽ ചിലപ്പോൾ അവരത് അംഗീകരിച്ചത് വരില്ല, അല്ലേ? അവരിപ്പോഴത്തെ ആൾക്കാരായിരിക്കും അംഗീകരിക്കുന്നത്. അപ്പം പ്രേക്ഷകരെ ഒരു കമൻ്റ് ഇടും, പറയും, വിചാരണ നടത്തും. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്കത് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അത് അല്ലേ മനസ്സിൽ കൊണ്ടിട്ട് കടന്ന് വിഷമിച്ച് നടക്കാം. അതല്ലെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ ജോലിയുമായിട്ട് കൂളായിട്ട് പോകാം. ഞങ്ങൾ ഞങ്ങളുടെ ജോലിയായിട്ട് പോവുകയാണ്.
ഈ അനുകരണം അല്ലെങ്കിൽ മറ്റ് ചെയ്ത കഥാപാത്രങ്ങളൊക്കെ അടുത്ത കഥാപാത്രങ്ങളിലേക്ക് ഇൻഫ്ലുവൻസ് ആവുന്നു, അല്ലെങ്കിൽ മറ്റൊരാളുടെ ക്യാരക്ടർ പുതിയ കഥാപാത്രം ചെയ്യുമ്പോൾ അതിലേക്ക് വരുന്നു എന്നുള്ളത് ഈ നാടക മിമിക്രി രംഗത്തൊക്കെ പ്രവർത്തിച്ച ആളുകൾ പലപ്പോഴും ആത്മവിശകലനം എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അങ്ങനെ സ്വയം വിമർശിക്കാൻ തോന്നിയിട്ടുണ്ടോ? ആ ക്യാരക്ടറിൽ ഇന്ന ക്യാരക്ടർ വന്നിരുന്നു, അത് ശരിയായില്ല, അങ്ങനെ ഒരു അല്ല, അതിപ്പോൾ നമ്മൾ ഏത് വേഷം ചെയ്താലും പിന്നെ കാണുമ്പോൾ നമുക്ക് തോന്നും കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു, അവിടെ ഇങ്ങനെ ചെയ്യാമായിരുന്നു തോന്നും. ആ സമയത്ത് ഒരു സിറ്റുവേഷൻ, അതാ ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും നമ്മുടെ ആക്ടിങ്ങും ഒക്കെ. ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ടെൻഷനായിരിക്കും ആ സമയത്ത്, അല്ലെങ്കിൽ മൊത്തം ആ സമയത്ത് ആ ഒരു ജംഗ്ഷനിലാണ് ഷൂട്ടെങ്കിൽ പെട്ടെന്ന് തീർക്കണമായിരിക്കും. അവിടുന്ന് വണ്ടികൾ വരുന്നു, ബ്ലോക്ക് ആവുന്നു, മറ്റേ പോലീസുകാരൊന്നും പ്രശ്നം ഉണ്ടാക്കുന്നു, ഇവിടെ പ്രശ്നം ഓണടി. അപ്പോൾ ഇതിനിടയിലൊക്കെ ഇന്ന് അഭിനയിക്കുമ്പോൾ നമ്മളും ഇത് എങ്ങനെയൊക്കെ തോന്നും. അത് വലിയൊരു സീനായിരിക്കാന്ന് കൂട്ടുക. പിൽക്കാലത്ത് നമ്മൾ സ്വസ്ഥമായിട്ടൊന്ന് കാണുമ്പോഴാണ് തോന്നുന്നത് അന്ന് അങ്ങനെ അല്ലായിരുന്നു, എനിക്ക് നമുക്ക് കുറച്ചുകൂടെ തോന്നും. സ്വാഭാവികമായിട്ട് സംഭവിക്കും. ചിലപ്പോൾ ഡബിങ്ങിന് പോകുമ്പോൾ തന്നെ തോന്നും അവിടെ ചെയ്യാമായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ആ സിറ്റുവേഷനുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ടിരിക്കും. ചിലപ്പോൾ നമ്മൾക്ക് ആഗ്രഹം ഉണ്ടാവും അതിനെ ഇങ്ങനെയൊക്കെ ഒരുക്കി പറയാമെന്നൊക്കെ. പക്ഷെ സംവിധായകൻ പറയുന്നത് അതങ്ങനെ വേണ്ട, അദ്ദേഹം മനസ്സിലൊരു പിക്ചർ കണ്ടിട്ടില്ല, ആ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കണം. അപ്പൊ അതിലേക്കൊക്കെ മാറുമ്പോഴത്തേക്കിന് ചിലപ്പോൾ അതൊക്കെ ഉണ്ടാവും. സ്വാഭാവികം. നോബിചേട്ടനെ സംബന്ധിച്ചിടത്തോളം പുതിയ TV ടെക്നിക്കുകളൊക്കെ വന്നതിന് ശേഷമാണ് സ്കിറ്റുകളൊക്കെ ചെയ്ത് ടി വിയിലേക്ക് വിസിബിൾ ആവുന്നത്. പക്ഷേ നസീറിക്ക ആണെങ്കിൽ പഴയ കാലത്തെ, അതായത് വളരെ ചുരുങ്ങിയ ടെക്നിക്കുകളുള്ള സമയത്തെ അതിന് പ്രാക്ടീസ്. അപ്പം നിങ്ങൾ രണ്ടുപേരുടെയും മെത്തേഡുകൾ തമ്മിൽ എപ്പോഴെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? അല്ല, പണ്ട് ഇതിൻ്റെ സ്റ്റേജും തമ്മിലുള്ള സ്റ്റേജിൽ ആക്ഷൻ കോമഡി കൂടുതൽ ജനങ്ങൾ കളിക്കുന്ന സ്കിറ്റാണ്. ജനങ്ങൾ ടി വിയിലല്ലല്ലോ കാണുന്നത്, ലൈവായിട്ട് കാണുമ്പോൾ തമാശ ആക്ഷനും കുറേ കാണിക്കണം. ടി വിയിലൊന്നിപ്പം മൊത്തത്തിൽ അങ്ങ് തിരിഞ്ഞ് റിയാക്ഷൻ കോമഡിയിലൊക്കെ ആയി. ചെറിയ അത്രയും കിടന്ന് ചെയ്യണ്ടെന്നുള്ളതാണ്. ഇക്കയുടെ സമയത്ത് അത് കൂടുതൽ. അല്ല, നമ്മുടെ സമയത്ത് എന്തായിരുന്നു ആ കൂടി ഉണ്ടായിരുന്നത്? ഓഡിയോ കാസറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളെ മിമിക്രി കേൾക്കുന്നത് എങ്ങനെയാണ്? അബീക്കാടെ ഒക്കെ ഒരു കാസറ്റ് ഉണ്ടായിരുന്നു. എന്താണ് ഒരു പെണ്ണ് കാണൽ ചടങ്ങിനോ അവിടെ വരുന്നതിന് ഒരു കാസറ്റാണ്, ഒരു താരങ്ങൾ വരുന്നത്. നമുക്ക് അതൊക്കെ കേട്ടാണ് നമ്മൾ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് കേട്ടിട്ടാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്, അത് നോർമൽ സ്റ്റേജുകളിലൊക്കെ. പിന്നീട് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കാത്തിരിക്കുമായിരുന്നു ഓണത്തിലേക്ക് പുട്ട് വെച്ചോടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. മാവേലിക്കുമ്പത്തി കാസറ്റൊക്കെ ഓണമായി ഈ കാസറ്റ് അത് ഭയങ്കരമായിട്ട് കൊതിച്ചിരുന്ന സമയം ഉണ്ടല്ലോ. ഓക്കെ, ഈ സിനിമയിൽ നിന്ന് മാറിയിട്ട് വെബ് സീരീസിലേക്ക് നോബിച്ചേട്ടൻ കടന്നിരുന്നു. അതുണ്ടാക്കിയിട്ടുള്ള ഒരു ചേഞ്ച് അല്ലെങ്കിൽ നല്ലതായിരുന്നു വെബ് സീരീസ്. ഇപ്പം നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ, അത് കോവിഡ് ടൈമിലാണ് ഞങ്ങൾ കൂടുതൽ ചെയ്തത്. ഇപ്പോൾ അസീസ, ഞങ്ങളെല്ലാവരും അയൽവക്കക്കാരാണ്. അപ്പം ഞങ്ങൾ കോവിഡ് സമയത്ത് വേറെ പരിപാടിയൊന്നുമില്ല, ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കുന്നു, സംസാരിക്കുന്ന സ്ക്രിപ്റ്റുണ്ടോ ചെയ്യുന്ന കാര്യം. ആ സമയത്ത് ഇത് ഹിറ്റായി. അതിന് വേറെ പരിപാടിയൊന്നുമില്ല. ആൾക്കാരിങ്ങനെ മെൻ്റൽ ഡിപ്രഷനിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഹ്യൂമർ പരിപാടി കൊടുത്തപ്പോൾ ജനം ഭയങ്കരമായിട്ട് ഏറ്റെടുത്തു. അതെങ്ങനെയാണ് ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്തുന്നത്? ഇതിനെപ്പറ്റി ഒന്നും ഒരു ധാരണയില്ല എന്ന് പറഞ്ഞത്. എനിക്കല്ല, അവന്മാർക്കുണ്ടല്ലോ, എനിക്കല്ലേ ഇല്ലാത്തത്. ബാക്കി അനൂപ് എൻ്റെ ഡയറക്ടർ, അവരൊക്കെ ഇതിൻ്റെ ആൾക്കാർ, പുതിയ തലമുറ, അവന്മാർക്ക് എല്ലാം അറിയാം. ഞാൻ പറഞ്ഞ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ യൂട്യൂബ് ഉണ്ടെന്ന് പോലും അറിയുന്നത്. ഞാൻ എന്നിട്ട് ചോദിച്ചു, ഇതൊക്കെ ചെയ്താൽ നാണക്കേടല്ലേ ഇടാന്ന്. നാണക്കേട്. അപ്പം എൻ്റെ പറഞ്ഞ ഹിന്ദി നടന്മാരല്ലേ ഇപ്പോൾ വെബ് സീരീസിലാണ് അഭിനയിക്കുന്നത്, നമുക്ക് അറിഞ്ഞുകൂടല്ലോ. പിന്നെ വെബ് സീരീസ് ഭയങ്കര തരംഗമായി മാറി. ഈ വാഴയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു ജനറേഷൻ ഗ്യാപ്പ് ഫീൽ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, പുതിയ തലമുറ നമ്മൾ മുൻകൂട്ടി അറിയാമല്ലോ ഇതിൽ അഭിനയിക്കാൻ പോകണ ആരാണ്, അവരാരൊക്കെയാണെന്നൊക്കെ നമുക്ക് അത്യാവശ്യം ധാരണയുണ്ടല്ലോ ചെല്ലുമ്പോൾ തന്നെ. പിന്നെ അവരോടൊപ്പം കൂടുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ സീനിയറാണ് എന്നൊക്കെ പറഞ്ഞ് മസിൽ പിടിച്ചിരുന്നാൽ ഭയങ്കര ബോറായിരിക്കും. ഭയങ്കര അവർക്കൊരു വിരസതയായിരിക്കും, നമുക്കൊരു വിരസതയായിരിക്കും. ഇതിപ്പോൾ നമ്മൾ അവരോടൊപ്പം ചേരുന്നു, അവർ നമ്മളോടൊപ്പം ചേരുന്നു, ടോട്ടലി അടിച്ചുപൊളിയായി എൻജോയ് ചെയ്തെന്ന് പോകുന്നു. ഇതിനിടയിൽ ഞാൻ ചോദിക്കാൻ വിട്ടുപോയ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഈ മുൻപ് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്നസെൻ്റ് ആയിട്ടിൻ്റെ ഒക്കെ ഒരു പൈലറ്റ് ആയിട്ടൊക്കെയുള്ള കാര്യം, കോസ്റ്റ്യൂമൊക്കെ സെറ്റ് ചെയ്ത് മേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ മേക്കപ്പ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിരുന്നു. ഒരു സ്റ്റേജിലൊക്കെ കയറുന്ന സമയത്ത് നമുക്കറിയാം ഇത് ഇന്നസെൻ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ മോഹൻലാലാണ്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ആ മേക്കപ്പിലാണത് ക്യാച്ച് ചെയ്യുന്നത് ആദ്യം തന്നെ.
അതിൽ ഇൻട്രസ്റ്റഡ് ആവാനും അതിൽ ഉള്ള ഒരു ആക്ടിവിറ്റി എങ്ങനെയായിരുന്നു? അങ്ങനെ ഭയങ്കര മേക്കപ്പ് ഒന്നും ഒരു സ്റ്റിക്ക് എടുത്ത് ഇങ്ങനെ തേക്കുന്ന. ഞാൻ അത്യാവശ്യം ഡ്രോയിങ്ങും വരെയൊക്കെ പഠിച്ച ആളായതുകൊണ്ട് എനിക്ക് ഒരാളുടെ ഫേസിൽ എന്ത് ചെയ്താൽ നമുക്ക് ആ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു ധാരണയുണ്ട്. അങ്ങനെയാണ് ഞാൻ മിമിക്രിയിൽ പല രൂപങ്ങളും എൻ്റെ മുഖത്ത് തന്നെ വരച്ചു ചേർത്തത്. അപ്പോൾ അത് ഇന്നസെൻ്റ് ഏട്ടന് ഞാൻ കൂടെ ഉള്ളപ്പം ഭയങ്കര കംഫർട്ടാണ്. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാലായിരുന്നു അന്ന് എൻ്റെ കൂടെ ഷോയ്ക്ക് വരുന്നത്. മൂപ്പരൊന്നും അറിയണ്ട, കാര്യം സ്കിറ്റ് ഞാൻ തന്നെ നോക്കും, റിഹേഴ്സൽ എടുപ്പിക്കും, എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ കയറുന്ന സമയത്ത് ഉടുപ്പ് വരെ ഇട്ട് എന്താ പറയുക മേക്കപ്പ് ഒക്കെ ചെയ്തൊക്കെ കയറ്റി വിടും. അത് അത്രയേ ഉള്ളൂ, അല്ലാണ്ട് അതിൽ വേറൊരു ഭയങ്കര സ്പെഷ്യൽ മേക്കപ്പ് ഒന്നും അല്ലെന്നേ. എനിക്കത് ഇഷ്ടമാണ്. ഞാൻ ലാലേട്ടന് അമ്മ ഷോയ്ക്ക് ഞാൻ മീശയൊക്കെ വരച്ചു കൊടുക്കും, മേക്കപ്പ് ഞാൻ വരച്ചെന്നൊക്കെ പറഞ്ഞാൽ പോയി എന്ന് വരച്ചു കൊടുക്കും. അത് ഞാനൊരു വരയ്ക്കുന്ന ഒരാളാന്ന് അറിയുന്നത് കൊണ്ടുകൂടെ ഉള്ള ഇഷ്ടം കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പൊ വാഴയ്ക്ക് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ. ഇനി വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സുമായിട്ടും മലയാള സിനിമയിൽ ഒരുപാട് കാലം നിങ്ങൾ രണ്ടുപേരെയും ഞങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഇനി ഇതുപോലെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ നമുക്കല്ലേ, അടുത്ത പടത്തിന്റെ ആയിട്ട് ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. വാഴയ്ക്ക് പ്രേക്ഷകരുടെ പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണയും സപ്പോർട്ടും വേണം. ഞങ്ങളിതിൽ കുറച്ച് പേരാണുള്ളത് അല്ലേ. ഒരു കുഞ്ഞു സിനിമ അത് വലിയ വിജയമാവട്ടെ. ഇപ്പൊ അതിന് കുഞ്ഞു സിനിമകളും വലിയ വിജയമാവുന്ന കാലമാണ്. അതിന്റെ ഭാഗ്യം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.